أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين آمنوا بالله ورسوله وإذا كانوا معه على أمر جامع لم يذهبوا حتى يستأذنوه. إن الذين يستأذنونك أولئك الذين يؤمنون بالله ورسوله فإذا استأذنوك لبعض شأنهم فأذن لمن شئت منهم واستغفر لهم الله إن الله غفور رحيم. الله العظيم. സൂറത്തു നൂർ 62. ഇന്നമൽ മുഅ്മിനൂൻ, നിശ്ചയം സത്യവിശ്വാസികൾ, അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവർ മാത്രമാകുന്നു. ഇന്നമന്റെ അർത്ഥം പിന്നീട് വരുന്നതിലാണല്ലോ വരിക. വഇദാ കാനു മഅഹു, അവർ അദ്ദേഹത്തോടൊപ്പമായാൽ, ആരോടൊപ്പം? റസൂലിനോടൊപ്പമായാൽ. വ റസൂലിഹി വഇദാ കാനു മഅഹു അലാ അംരിൻ ജാമിഇൻ, ഒരു പൊതു കാര്യത്തിൽ. ലം യദ്ഹബു, അവർ പിരിഞ്ഞു പോകാത്തവരും അല്ലെങ്കിൽ പിരിഞ്ഞു പോയിട്ടില്ലാത്തവരും മാത്രമാകുന്നു മുഅ്മിനുകൾ എന്നർത്ഥം. ഹത്താ യസ്തഅ്ദിനൂഹു, അവർ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കുന്നതുവരെ. അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും റസൂലിനോടൊപ്പം വല്ല പൊതുകാര്യത്തിലുമായാൽ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ പിരിഞ്ഞു പോകാത്തവരും മാത്രമാകുന്നു മുഅ്മിനുകൾ അഥവാ യഥാർത്ഥ മുഅ്മിനുകൾ. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക, നിശ്ചയം താങ്കളോട് അനുവാദം ചോദിക്കുന്നവർ. ഉലൈകല്ലദീന യുഅ്മിനൂന ബില്ലാഹി വ റസൂലിഹി, അവർ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ തന്നെയാകുന്നു. ഫഇദസ്തഅ്ദനൂക, എന്നാൽ അവർ താങ്കളോട് അനുവാദം ചോദിച്ചാൽ, ലിബഅദി ശഅനിഹിം, അവരുടെ ചില കാര്യങ്ങൾക്ക്. ഫഅ്ദൻ, അപ്പോൾ താങ്കൾ അനുമതി നൽകുക. ലിമൻ ശിഅ്ത മിൻഹും, അവരിൽ നിന്ന് താങ്കൾ ഉദ്ദേശിച്ചവർക്ക്. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ, അവർക്ക് വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമത്രേ. മറ്റൊരു അനുവാദം ചോദിക്കലാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. വീടുകളിൽ കയറുമ്പോൾ അനുവാദം ചോദിക്കണം എന്നത് നേരത്തെ വന്നു. പിന്നെ വീട്ടിൽ കുട്ടികൾ പോലും ചില സമയങ്ങളിൽ അനുവാദം ചോദിക്കണമെന്നും, കുട്ടികളല്ലാത്തവർ മുതിർന്നവരുടെ മുറിയിൽ കയറുമ്പോൾ എല്ലാ സമയത്തും അനുവാദം ചോദിക്കണം എന്നുമൊക്കെ വന്നു. എന്നാൽ അങ്ങനെ അതിൽ ഇളവുള്ള വൃദ്ധകളുടെ കാര്യം പ്രത്യേകം പരാമർശിച്ചു. അപ്പൊ ഈ അനുവാദം ചോദിക്കുന്നതിന്റെ ഇടക്ക് ഉണ്ടായൊരു പ്രശ്നം, ഒരു അവ്യക്തത അല്ലെങ്കിൽ ഒരു സംശയം ആണ്, ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ എന്നത്. അതിന്റെ വിശദീകരണം നടത്തി. ഇതൊക്കെ പറഞ്ഞത് ഒരു സാമൂഹ്യ മര്യാദ വീട്ടിൽ നിന്നേ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അനുസരിക്കാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ വാഴ്ദ അവർക്ക് കിട്ടാൻ വേണ്ടത് അഖീമുസ്സലാത്ത വആത്തു സക്കാത്ത വഅത്തിഉർ റസൂല, റസൂലിനെ അനുസരിക്കണം.
അപ്പൊ റസൂലിനെ അനുസരിക്കണം എന്ന സാമൂഹ്യ മര്യാദയുടെ വീട്ടിൽ തന്നെയുള്ള ആവിഷ്കാരമാണ്. അത്യുർ റസൂല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്ന് മാത്രമല്ല, ഖലീഫത്തുർ റസൂലിനെ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീനെ, ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കണം എന്നുകൂടിയാണല്ലോ അതിന്റെ അർത്ഥം. അത് നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു. അപ്പൊ ആ അനുസരണ സംവിധാനം വീട്ടിൽ നിന്നേ ശീലിക്കുന്ന ഒരു കാര്യമാണ്. വൈൻ തുത്തിഉഹു ഇഹ്തദു, വൈൻ തുത്തിഉ തഹ്തദു, നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹിദായത്തിലായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇസ്ലാമിക ഹിദായത്തിന്റെ ആവിഷ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള അനുവാദം ചോദ്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് പറഞ്ഞെത്തിക്കുകയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല ചെയ്തിട്ടുള്ളത്. അതെന്താണ്? വീട്ടിൽ നിന്നേ ശീലിച്ച മര്യാദ ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുകാര്യത്തിലും ഉണ്ടാകും. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി പറയപ്പെടുന്ന സംഭവമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഖന്തക്ക് യുദ്ധം പോലെയുള്ള സംഗതികളിൽ കിടങ്ങ് കൊഴിക്കല്, അതുപോലെയൊക്കെയുള്ള റിസ്ക് ഉള്ള പണികൾ ഉണ്ടായപ്പോൾ മുനാഫിക്കുകൾ പലരും പറയാതെ മുങ്ങുക, അല്ലെങ്കിൽ പിന്നെ താല്പര്യമില്ലാത്ത പണിയാകുമ്പോൾ അങ്ങ് മെല്ലെ പിരിഞ്ഞു പോകുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം റസൂലുള്ള കൽപ്പിച്ചത് നടക്കുമ്പോൾ അത് അത്യാവശ്യമായ മറ്റെന്തെങ്കിലും കാര്യം, വീട്ടിലോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ ഒക്കെ കാര്യം ഉണ്ടാകുമ്പോൾ പോകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ, അതും സഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലാഹു തആല ഈ ആയത്തിറക്കിയത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ വ്യക്തമാക്കുന്നത് എന്താന്ന് വെച്ചാൽ, മോമിനുകൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവർ റസൂലുമായിട്ടും അതുപോലെ ഇസ്ലാമിക നേതൃത്വവുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തെ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ വൈദാ കാനു മഅഹു അല അംരിൻ ജാമിഇൻ, വല്ല പൊതുകാര്യത്തിലും അവർ അദ്ദേഹത്തോടൊപ്പമായാൽ. എന്താണ് ഈ പൊതുകാര്യം? ഇപ്പൊ നമസ്കരിക്കാൻ വന്നത്, നമസ്കാരം, ജമാഅത്ത് നമസ്കാരം പൊതുകാര്യമാണ്. പക്ഷേ നമസ്കരിക്കാൻ വന്ന ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചിട്ട് വേണ്ട, സലാം വീട്ടിയാൽ പിരിഞ്ഞു പോകാം. ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ എന്ന് അല്ലാഹു തആല തന്നെ അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ അനുവാദം ചോദിക്കണം. അനുവാദം ചോദിക്കേണ്ട പൊതുകാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം, കിടങ്ങ് കൊഴിക്കൽ, അല്ലെങ്കിൽ അള്ളാഹിന്റെ ദീനിന്റെ ജിഹാദ്, ദഅവത്ത് പോലെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ നേതൃത്വത്തിന്റെ കീഴിൽ അനുയായികൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതില് പേര് കൊടുത്തതനുസരിച്ച് അല്ലെങ്കിൽ പിന്നെ പങ്കെടുക്കാൻ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് പങ്കെടുക്കുന്ന ആളുകൾ, ഈ വയല് കേൾക്കാൻ വന്ന ആളുകൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് എണീറ്റ് പോവുക എന്ന് പറയുന്നത് പോലെ അങ്ങ് പോകരുത്. അങ്ങനെ യഥാർത്ഥ മോമിനുകൾ പോകുകയില്ല, അല്ലെങ്കിൽ പോകുന്നവർ യഥാർത്ഥ മോമിനല്ല. പിന്നെ അനുവാദം ചോദിക്കണം, അനുവാദം ചോദിച്ചിട്ടേ പോകാവൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാമിക സമൂഹത്തിന് അങ്ങനെ ഒരു പൊതുകാര്യമുണ്ട് എന്നതാണ്. കൽപ്പിക്കാൻ അധികാരമുള്ള നേതൃത്വവും അനുസരിക്കാൻ ബാധ്യതയുള്ള അനുയായികളും ഒന്നിച്ചു ചേരുന്നതാണ് ഉമ്മത്ത് മുസ്ലിമ എന്ന് പറയുന്നത്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലുൽ അംരി മിൻകും. ഉലുൽ അംറിന്റെ അനുവാദമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പൊ പല കാര്യങ്ങളിലും അനുവാദം ചോദിക്കേണ്ടി വരും, അനുവാദം കിട്ടാതെ പ്രവർത്തിക്കുകയില്ല. ഇനി അനുവാദം ചോദിക്കുന്നവർ, ഇന്നല്ലദീന യസ്തഗ്ദിനൂനക ഉലൈകല്ലദീന യുമിനൂന ബില്ലാഹി വറസൂലിഹി. അനുവാദം ചോദിച്ച് സ്വന്തം കാര്യത്തിന്, പൊതുകാര്യത്തിൽ നിന്ന് വിടുതൽ വാങ്ങി പോകാൻ വേണ്ടി അനുവാദം ചോദിക്കുക എന്നത് നിഫാഖിന്റെ ലക്ഷണമൊന്നുമല്ല. അവർ മോമിനുകൾ തന്നെയാണ്. അഥവാ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ലീവ് ചോദിക്കുന്നത് അത് ഈമാനില്ലായ്മയുടെ ലക്ഷണമൊന്നുമല്ല, അത് മോമിനുകൾ തന്നെയാണ്. പക്ഷെ ആ അനുവാദം ചോദിച്ചാൽ ഇസ്ലാമിക നേതൃത്വത്തിനും റസൂലുള്ളാഹിക്കുമൊക്കെ വിവേചനാധികാരമുണ്ട്. അതാണ് പിന്നെ പറയുന്നത്. അവർ അവരുടെ ചില കാര്യങ്ങൾക്ക്, പൊതുകാര്യത്തിനല്ല, വ്യക്തികാര്യങ്ങൾക്ക്, കുടുംബകാര്യങ്ങൾക്ക് ഒക്കെ ആകാം, അങ്ങനെയുള്ളതിന് വല്ലതിനും അനുവാദം ചോദിച്ചാൽ ഫഅ്ദൻ ലിമൻ ശിഅ്ത മിൻഹും, അവരിൽ നിന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകാം. അഥവാ നേതൃത്വത്തിന് തീരുമാനിക്കാം, ഇയാൾ ഈ ലീവ് ചോദിക്കൽ നമ്മൾക്ക് സാധാരണ പരിചയമുള്ള ഒരു കാര്യമാണല്ലോ. ലീവ് ചോദിക്കൽ എങ്ങനെയാകണം?
ലീവ് ചോദിക്കുന്നതിന്റെ ഒരു അദബ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നേതൃത്വത്തിന് വേണമെന്നോ വേണ്ടെന്നോ പിന്നെ വെക്കാൻ പറ്റുന്ന അവസരത്തിൽ വേണം ചോദിക്കാൻ. ഒരാള് പിന്നെ കോഴിക്കോട്ടും മറ്റൊരാള് നേതൃത്വം കോഴിക്കോട്ടും അനുയായി തിരുവനന്തപുരത്തും ഇരുന്നിട്ട് എനിക്കിപ്പോഴും അങ്ങോട്ട് വരാൻ കഴിയില്ല, ലീവ് വേണമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, ലീവ് തരൂല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്താൻ പറ്റുമോ? അങ്ങനെയല്ല. വേണം, അത് മുൻകൂട്ടി ചോദിക്കണം. വേണമെന്നും വേണ്ടെന്നും പറയാൻ നേതൃത്വത്തിന് സാധ്യമാകുന്ന തരത്തിൽ വേണം ലീവ് ചോദിക്കാൻ. അങ്ങനെ ലീവ് ചോദിച്ചാലോ നേതൃത്വം ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉദ്ദേശിക്കുന്നവർക്ക് ലീവ് കൊടുക്കാം. അഥവാ അയാളുടെ വ്യക്തികാര്യത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് അയാൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പൊതുകാര്യം. അയാളെ ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോകരുത് എന്ന് നേതൃത്വത്തിന് തോന്നുന്നുണ്ടെങ്കിൽ താങ്കളുടെ വ്യക്തികാര്യം പിന്നെ ത്യജിക്കണം, അല്ലെങ്കിൽ അതിനിപ്പോ പോകരുത്, ഇപ്പോൾ ഈ പൊതുകാര്യത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയാം. അല്ല, നേരെ മറിച്ച് അയാൾ പോയാലും പൊതുകാര്യത്തിന് ഭംഗമൊന്നും വരികയില്ല എന്നാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെക്കുകയും ചെയ്യാം. തബൂക്ക് യുദ്ധത്തിലെ മുനാഫിക്കുകൾ അനുവാദം ഇതുപോലെ ചോദിച്ചിട്ട് കൊടുത്തതിനെ അള്ളാഹു താല വിമർശിക്കുന്നുണ്ട്. അഫറല്ലാഹു ലക ലിമാ അദിൻത ലഹും, അല്ല താങ്കളോട് പൊറുക്കട്ടെ, താങ്കൾ എന്തിനാണ് അവർക്ക് അനുവാദം ചോദിച്ചത് എന്നൊക്കെ തബൂക്ക് യുദ്ധത്തിന് അനുവാദം പിന്നെ പോരാതിരിക്കാൻ അനുവാദം ചോദിച്ചവരോട് ഇതിനെ കുറിച്ച് സൂറത്ത് തൗബയിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ താങ്കൾക്ക് വിവേചനപൂർവ്വം തീരുമാനിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വത്തിന് ഉചിതമായത് ചെയ്യാം. കൊടുക്കണമെങ്കിൽ കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് കൊടുക്കാം, കൊടുക്കണ്ടെന്ന് തോന്നുന്നവർക്ക് കൊടുക്കണ്ട. അങ്ങനെ അനുവാദം കൊടുത്താൽ ഫദല്ലിമൻ ശിഅ്ത മിൻഹും വസ്തഗ്ഫിർ ലഹുമുല്ലാഹ്, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. എന്തിനാണ് ഇസ്തിഗ്ഫാർ? അവരുടെ വ്യക്തികാര്യം വളരെ പ്രധാനമായി കാണുന്നുണ്ട്. ആളുകൾക്ക് പലപ്പോഴും അവരുടെ സ്വന്തം കാര്യം വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നും. വളരെ അത്യാവശ്യം എന്നതൊക്കെ അവരുടെ തോന്നൽ മാത്രമായിരിക്കും. വളരെ അത്യാവശ്യമായ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറയും. കല്യാണത്തിന് നടക്കാൻ ഇയാള് അനിവാര്യമാകണമെന്നില്ലല്ലോ സാധാരണഗതിയിൽ. കല്യാണത്തിൽ ആവശ്യമുള്ളത് പിന്നെ വധുവും വരനും വലിയും ഒക്കെയാണ്. വലിയ തന്നെ ഇല്ലാതെ വക്കാലത്ത് കൊടുത്തിട്ട് വരെ കല്യാണം നടത്തലുണ്ട്. അപ്പൊ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് അത് എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. ആ ചോദ്യം, ആ ചിന്ത ശരി തന്നെയാണോ എന്ന് ആർക്കറിയാം? അതുകൊണ്ട് പടച്ചവനെ, അങ്ങനെ അല്ലെങ്കിൽ അയാളോട് പൊറുക്കണമേ. അതുപോലെ തന്നെ അല്ല, ഇയാള് പിന്നെ ഉള്ളതല്ല പറയുന്നത്, അയാള് പോകാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇതിനൊക്കെ സാധ്യതയുണ്ടല്ലോ. എന്തായാലും ശരി, ലീവ് കൊടുത്തവർക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇത് ഭയങ്കര ഒരു വർത്തമാനമാണ്. കാരണം ഇസ്തിഗ്ഫാറിന്റെ ഒരു പരാമർശം ഇത് വളരെ ഗൗരവത്തിലാണ് എന്ന് സൂചിപ്പിക്കാനാണ്. എന്നിട്ട് പിന്നെ സമാധാനിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇസ്ലാമിക സമൂഹത്തിന് ഇങ്ങനെ ഒരു കൽപ്പിക്കാൻ അധികാരവും അനുസരിക്കാൻ ബാധ്യതയുമുള്ള നേതൃത്വം ഇല്ലാതെയായതോടുകൂടിയാണ് നമ്മൾ ഒരു ഉമ്മത്ത് അല്ലാതെയായതും ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു സമൂഹമായതും. അങ്ങനെ ആർക്കും കയറി മേയാവുന്ന, ആർക്കും കയറി നിരങ്ങാവുന്ന, ആർക്കും എന്തുമാകാവുന്ന, എന്ത് നിലപാടും എന്തഭിപ്രായം ആർക്കും എങ്ങനെയും പറയാവുന്ന അങ്ങനെയുള്ള ഒരു കുത്തഴിഞ്ഞ നൂലുപൊട്ടിയ ബുക്ക് പോലെ ഇങ്ങനെ പല പേപ്പറുകളെല്ലാം നല്ലതാണ്, പക്ഷേ ചിന്നിച്ചെതിറുകയാണ്. നൂല് എത്ര മുന്തിയ മുത്തുകളാണെങ്കിലും അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു നൂല്, പണ്ഡിതന്മാർ പലരും അത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ഈ നേതൃത്വം എന്ന് പറയുന്നത് പിന്നെ മുത്തുകൾ കോർക്കുന്ന നൂലിന്റെ സ്ഥാനത്താണ്. മുത്തുകൾ എത്ര മുന്തിയതായിട്ടും കാര്യമില്ല, അത് കോർക്കുന്ന ഒരു 10 പൈസയുടെ നൂല് അതിനകത്തിലൂടെ ഉണ്ടെങ്കിൽ അത് മാലയാകുകയുള്ളൂ. നൂലുണ്ടെങ്കിൽ മുത്തുകൾ വില കുറഞ്ഞ പ്ലാസ്റ്റിക് മുത്തുകളാണെങ്കിലും അതൊരു മാലയായിരിക്കും. ഇന്ന് ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാമിക സമൂഹം കേവലം കുറെ കൂടിക്കിടക്കുന്ന മുത്തുകൂനകൾ ആയിട്ട് മാറുന്നത്, മാലയല്ലാത്തത്. അതിന്റെ ഗതികേടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അള്ളാഹു നമ്മെ ഈ ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ. റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ.
اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا اجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.